ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. പെയിൻ്റ് അടിയാണ് നമ്മളുടെ ഇന്നത്തെയും ടാർഗറ്റ്. എന്താ പറയുക, കുറച്ച് അടുത്ത ആഴ്ചയും കൂടി ഉണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് കുറേ നമുക്ക് സാധിക്കില്ല. തലേ ദിവസം അങ്ങനെ ഉറക്കമൊക്കെ ഒഴിച്ച് കുറച്ചധികം ഉറക്കം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന ഭയങ്കരമായിട്ട് വരും. അങ്ങനെ തലേദിവസം രാത്രി ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ സെയിമാസിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിലോ ഓഫർ വന്ന ദിവസം ഞാൻ ഓഫർ അറിഞ്ഞിട്ട് പോയതൊന്നുമല്ല. പക്ഷെ ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫറൊന്നും ഇല്ല കേട്ടോ. ലേഡീസിൻ്റെ എന്തെങ്കിലും കോമ്പോ അങ്ങനെ വല്ല ഓഫർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നോക്കിയാൽ അതേ റേറ്റ് തന്നെയാണ് ഈ ആഴ്ചയും. ഒരു ഓഫറും ഇതിനൊന്നും കണ്ടില്ല കേട്ടോ. സാധാരണ ഒക്കത്തിന് 50% ഡിസ്കൗണ്ട് അങ്ങനെ ഉണ്ടല്ലോ അവിടെ എപ്പോഴും ഉണ്ട് അത്. അപ്പോൾ അതന്നെ കഴിഞ്ഞ ആഴ്ച കിട്ടിയ എന്താ പറയുക, ചില കർട്ടൻസ് ആ റേറ്റിന് എനിക്ക് കിട്ടിയില്ല. അത് കുറച്ച് കൂടുതലായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ വേറെ മോഡൽ കർട്ടൻ ഈ ആഴ്ച വാങ്ങിച്ചു കേട്ടോ. ഈ ചവിട്ടി നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി. 85 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കർട്ടൻ ഞാൻ ഇപ്രാവശ്യം ഇത്തിരി മാറ്റി വാങ്ങിച്ചു. നേരത്തെ ബബിൾസിൻ്റെ അങ്ങനത്തെ അല്ലായിരുന്നു 2 മുറിയിലും വാങ്ങിച്ചത്. ഇവിടെ ഇത്തിരി വ്യത്യാസപ്പെടുത്തി വാങ്ങിച്ചു. ഇത് ബെഡ്ഷീറ്റ് ഞങ്ങളുടെ മുറിയിലേക്കുള്ളതാണ് കേട്ടോ. ഇതൊക്കെയും ഈ കട്ടനും ബെഡ്ഷീറ്റൊക്കെ ഈ കട്ടൻ നമ്മുടെ ആദ്യത്തിൻ്റെ റൂമിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ. ഞാൻ ആദ്യത്തിൻ്റെ റൂം സെറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നത്. ശ്രീയുടെ മുറിയിലാണ് ഇപ്പോൾ ആദ്യത്തെ കിടക്കണത്. അപ്പോൾ പിന്നെ അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അവനവിടെ കിടക്കട്ടെ, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ ആദ്യത്തെ എൻ്റെ റൂം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത സൺഡേ അവൻ്റെ റൂം ചെയ്യാം, അടുക്കള ഇതിനിടയ്ക്ക് ചെയ്യാട്ടെ. ഈ ഒരു ദിവസം അടുക്കളയും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും കൂടിയും റെഡിയാക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ചോറ് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ സൺഡേ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഈ സൺഡേ അങ്ങനെ ചെയ്തു വെച്ചാൽ 2 റൂം അടുക്കളയും ഇവിടെയും എന്ന് പറഞ്ഞാൽ 2 റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര, അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സാധനങ്ങൾ മാറ്റലാണ് നമുക്ക് ഏറ്റവും ടാസ്ക്കുള്ളൊരു പണി. അപ്പോൾ അത് ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അത് മൂപ്പിക്കുമ്പോഴേക്കും ഞാൻ അതിലേക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു. ഒരു കുക്കർ ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിക്കനെ നോക്കിയിരിക്കാനൊന്നും നമുക്ക് ഇന്ന് ടൈമിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സവോളയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. സവോള കുറച്ച് ഇടുള്ളൂ കേട്ടോ. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെ അധികം ഗ്രേവി വേണമെന്നൊന്നും ഇവിടെയുള്ളവർക്ക് നിർബന്ധമില്ല. ആദ്യത്തെ അതിൻ്റെ ചിക്കൻ പീസുകളാണ് നോക്കിയെടുക്കുക. ശ്രീകുട്ടനും ഏറെക്കുറെ അങ്ങനെ തന്നെ ഗ്രേവി വേണ്ട, ശ്രീകുട്ടൻ ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് അവിടെ മൂടി വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ കേട്ടോ, അവിടെ ആ ചേട്ടന് വാർക്കപ്പണിയാണ്. നമ്മുടെ വീട് പണിതത് അവരാണ് കേട്ടോ. ആ വാർക്കപ്പണിയാണ്. അപ്പോൾ കുറേ തട്ടൊക്കെ ഇങ്ങനെ കേടായതുണ്ട്. അപ്പോൾ വിറക് വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി 2 ദിവസം മുന്നേ ഇങ്ങനെ ഒതുക്കണ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ വിറക് ഉണ്ടെങ്കിൽ തീ എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിനക്ക് വേണം, അന്ന് കൊണ്ടൊക്കോ എന്ന് പറഞ്ഞിരുന്നു. അപ്പം പിന്നെ പോകാനൊന്നും നിന്നില്ല. പിന്നെ ഇപ്പോൾ സൺഡേയിൽ കാലത്ത് തന്നെ വന്ന് വിളിച്ച് വിറക് കൊണ്ടുപോരെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വിറകൊക്കെ ഞാനും ചേട്ടനും കൂടി കൊണ്ടുവന്നു. അത് കഴിഞ്ഞിങ്ങോട്ട് ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, അയൽക്കാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ തലേദിവസം പാത്രം കഴുകാൻ പറ്റിയില്ല കേട്ടോ, തലവേദനയായിട്ട്. ഞാൻ ഫുഡ് ആകെ മാഗി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ. അത് കഴിച്ച് തല പൊത്തി പിടിച്ച് അവിടെ കിടന്നു. എനിക്ക് ഉറക്കം അങ്ങോട്ട് മതിയാവേണ്ടേ. നേരത്തെ എഴുന്നേറ്റ് പെയിൻറ്റിങ് തുടങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ ഉറക്കം മതിയാവേണ്ട എഴുന്നേറ്റുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം പോക്കാമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കാരണം കൊണ്ട് ഉറക്കം മതിയായിട്ട് എഴുന്നേറ്റുള്ളൂ. നമുക്ക് പണി കൂടുതലെടുക്കുമ്പോൾ ഫുഡ് ഇത്തിരി കൂടുതൽ കഴിച്ചാൽ മതി. പക്ഷേ ഉറക്കം കുറഞ്ഞ് നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ 3 ദിവസം കഴിക്കണതിൻ്റെ ചോറ് ഞാൻ ഒരു നേരം ഉണ്ട്, എന്നിട്ടും ഞാൻ വണ്ണം കുറഞ്ഞിരിക്കുകയെന്ന്. അപ്പോൾ എൻ്റെ അമ്മായിമ്മ പണ്ട് പറയാറുണ്ട് കേട്ടോ, മനസ്സ് നന്നാവാത്ത കാരനാണ് ഞാനും ചേച്ചിക്ക് ഇപ്പോൾ നല്ല വണ്ണം വെച്ചു, ഞാനും ചേച്ചിയും ഞൊള്ളിയായിട്ടിരിക്കണേന്ന്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സ് നന്നാവാത്ത കാരനായിരിക്കാം അല്ലേ. പിന്നെ ഞാനെടുക്കണ പണിയും കൂടി എടുക്കണ്ടോയെന്നൊന്ന് ചിന്തിച്ചോളൂ കേട്ടോ. നമ്മൾ കൂടുതൽ ജോലി ചെയ്യണവർക്ക് കൂടുതൽ ഫുഡ് കഴിക്കണം. ഞാൻ ചോറ് ഇത്തിരി കൂടുതൽ കഴിക്കുന്ന ആളാണ്. പക്ഷെ അത് വെച്ചിട്ട് ഇടനേരം ഒന്നും കുറയ്ക്കാറില്ല. ഒരു സാധനം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 നേരത്തെ ഫുഡല്ലാണ്ട് ഇടയ്ക്ക് ഒന്നും കഴിക്കുന്ന ആളല്ല. സാധാരണ നമ്മൾ വീട്ടിലിരിക്കുന്നവർ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷേ ജോലിക്ക് പോണവർക്ക് അങ്ങനെയല്ല. നമുക്ക് പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ടാവുമ്പോൾ അങ്ങനെ കഴിക്കാം. എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ 3-4 കിലോമീറ്റർ ഡെയിലി നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. പിന്നെ പണികൾ കാണുന്നതാണല്ലോ വ്ളോഗിൽ, അത് പിന്നെ ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഓരോരുത്തരുടെ മനസ്സ്. അപ്പോൾ നമ്മുടെ അടുക്കള പെയിൻ്റ് അടി കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല, ഈ ഒരു വ്ളോഗിൽ അത് കാണിക്കണില്ല. എന്നുവെച്ചാൽ അത് അടുക്കളയുടെ മേക്ക് ഓവർ കാണിക്കണ വ്ളോഗിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഈ 2 സ്റ്റാൻഡ് നമ്മുടെ ബെഡ്റൂമിലേക്ക് ഉള്ളതാണ്. ഞാൻ ടർപ്പൻ്റെ എടുത്തിട്ട് അലമാരിയും
വാതിൽ ഞാൻ രാവിലെ തന്നെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വാതിൽ, അടുക്കളയുടെ വാതിലും പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇതും കൂടി പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എടുത്തില്ല. പിന്നെ കർട്ടനും കഴുകി ഒന്ന് തേച്ചെടുത്തു കേട്ടോ. അയൺ ചെയ്തെടുത്തപ്പോഴാണ് അത് നല്ല ഭംഗിയായത്. ഇത് കളയാൻ എനിക്ക് തോന്നിയില്ല. എന്താ വെച്ചാൽ ഇത് ഒരു പീസിന് 250 രൂപയായിട്ടാണ് നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് വാങ്ങിച്ചത്. ഇതിന് അലങ്കലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കഴുകി തേച്ചപ്പോൾ നല്ല അടിപൊളി കർട്ടൻ തന്നെയായി. പിന്നെ ഞാൻ ബാത്റൂമും കൂടി ഒന്ന് തേച്ച് കഴുകി. ഏതായാലും ഇവിടെയൊക്കെ കഴുകണതല്ലേ, വൃത്തിയാക്കണതല്ലേ, അതോടുകൂടി ബാത്റൂമും കൂടി കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടനാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പെയിൻ്റ് അടിച്ചത്. ഞാൻ പിന്നെ ക്ലീനിങ്ങിനൊക്കെ നടക്കുകയായിരുന്നു. എല്ലാതും കൂടി വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ അടിഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇനി നമ്മൾ മാറ്റ് വിരിക്കല്ലേ, അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അഴുക്ക് കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ എടുത്തു. പിന്നെ ഇനി സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കർട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാങ്ങിച്ച കർട്ടനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ജനലുകളൊക്കെ ഒന്ന് അടച്ചിടുകയാണ്. ഫസ്റ്റ് ആ ജനൽ തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒക്കെ ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ പുറത്തേക്ക് കാണുന്ന ജനലുകളൊക്കെ അങ്ങനെയായിരിക്കും വയ്ക്കുക. അപ്പോൾ അത് കാരണം അത് വേഗം ആദ്യം തന്നെ എടുത്തു. ഞാൻ 2 പീസാണ് മുന്നേ നമ്മൾ ഈ ജനലേക്ക് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഞാൻ 4 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. 2 പിങ്കും 2 ആഷ് കളറും കേട്ടോ. വെച്ചാൽ ആ ഒരു പിങ്ക് കർട്ടൻ കളയാതിരിക്കാനാണ് ഞാനൊരു പിങ്ക് കോമ്പിനേഷൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിങ്ക് തന്നെയായ ഭംഗി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് പിങ്കും ആഷും കൂടിയുള്ളൊരു കോമ്പിനേഷൻ വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പിങ്കും ഒരു ആഷും. പിന്നെ ചേട്ടനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണോ, അല്ലെങ്കിൽ ചേട്ടൻ ഇതൊക്കെ ചെയ്തു തരണോ, ജിഷ ഭാഗ്യവതിയ എന്ന് വിചാരിക്കേണ്ട. ചേട്ടൻ്റെ ആ വീഡിയോയിൽ ചേട്ടനെ കാണിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ആളത് അവിടെ എന്തായാലും വന്ന് നിൽക്കും. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ആൾക്ക് ഇടണം, ആൾക്ക് ചെയ്യണം, അതൊക്കെ ഒരാളുടെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ ചെയ്യണു. അപ്പോൾ പിന്നെ അതൊന്നും ചെയ്യണ്ടെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. അപ്പം അങ്ങനെ അങ്ങനെ രണ്ടാളും കൂടി അതിട്ടു. എന്ത് കാര്യം ചെയ്യുമ്പോഴും ചേട്ടനെയും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ, അല്ലെങ്കിൽ ഒരു വിഷമമാണ്. ആദ്യത്തെ വീഡിയോ എടുക്കുമ്പോൾ അച്ഛൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അധികം വീഡിയോ എടുക്കില്ല, അപ്പോൾ വിഷമമാണ്. അപ്പം ഞാനിങ്ങനെ അത് കാരണം ഞാൻ സെറ്റ് ചെയ്യാൻ നേരത്ത് വേഗം കുളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും ഡ്രസ്സ് മാറി കേട്ടോ. ഈ ഒരു ഭാഗത്ത് അത്ര ഭംഗിയില്ലാത്തത് ലൈറ്റ് അടിച്ചിട്ടാണ് കേട്ടോ. തൊട്ട് മുകളിലാണ് ലൈറ്റ് ഇരിക്കുന്നത്, അത് അടിച്ചിട്ടാണ്. ഈ കർട്ടൻ അങ്ങോട്ട് ഇട്ടപ്പോഴുണ്ടല്ലോ എൻ്റെ അമ്മോ, ആ റൂമിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറി കിട്ടിയിട്ട് 4 കർട്ടൻ അവിടെ വിരിച്ചപ്പോൾ ഈ കർട്ടൻ ഞാൻ ഈ 2 പാളിയിൽ അവിടേക്ക് മാറ്റിയിട്ടു. പിന്നെ നമ്മുടെ ചെടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചെടികളൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒക്കെ മാറ്റം വരുത്തണം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് തൽക്കാലത്തേക്ക് വെച്ചിട്ടുള്ള ചെടികളാണ്. മാറ്റ് ഒരെണ്ണം പൊട്ടിച്ചിട്ട് അങ്ങോട്ട് തികഞ്ഞില്ല കേട്ടോ റൂമിലേക്ക്. മുന്നത്തെ ബാലൻസ് ഉണ്ടായിരുന്നത് ഹാളിൽ 2 എണ്ണമാണ് വിരിച്ചത്. അപ്പോൾ ഹാളിലത്തേൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ കട്ടിൽ ചെരിച്ചിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ നിറച്ച് മാറാല വീണ്ടും. അപ്പോഴാണ് കണ്ടത് നമ്മുടെ കട്ടിലിൻ്റെ അടിഭാഗം പെയിൻ്റ് അടിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ എപ്പോഴെങ്കിലും കട്ടിൽ മാത്രം ഊരി പുറത്തിട്ടിട്ട് അങ്ങനെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കണ്ടെങ്കിൽ മുന്നേ അടിച്ചേനെ, പിന്നെ ഇനിയിപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കിടക്കൊക്കെ ഇടുമ്പോൾ അതൊന്നും കാണില്ല. പക്ഷെ നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടി എപ്പോഴും പെയിൻറ്റ് അടിക്കുന്നത് നല്ലതാണ്. വീടിനായാലും അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് പിന്നെ രണ്ടാളും കൂടി മാറ്റ് വിരിച്ച് അടയാളപ്പെടുത്തിയൊക്കെ മുറിച്ചെടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് കിട്ടണ്ടേ നമുക്ക്. അപ്പം അത് ഒരു ഷീറ്റിന് 950 രൂപയാണ് കേട്ടോ. ഓരോ റൂമിലേക്കും 950 വേണം. അപ്പോൾ അത് കാരണമാണ് ഞാൻ ആദ്യത്തിൻ്റെ മുറി ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവൻ സമ്മതിക്കാണ്ടായപ്പോൾ പിന്നെ ഞാനിപ്പോൾ കോണിമയ്ക്ക് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെടുത്ത് അവൻ്റെ മുറി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കട്ടിലും കൂടിയും ചെരിച്ച് റെഡിയാക്കി ഇടുകയാണ്. അലമാരി ആദ്യം തിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ മാറ്റ് ഇടുക ചെയ്തത്. അലമാരി തിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റ് കേടാവും എന്ന് പറഞ്ഞു ചേട്ടൻ. കട്ടിൽ പിന്നെ അത്ര കനലില്ല, നമുക്ക് പൊന്തിച്ച് വെക്കാം. അലമാരി ഉള്ളിൽ നിറയെ സാധനങ്ങളല്ലേ, അതൊന്നും മാറ്റിയിട്ടില്ലല്ലോ. കർട്ടൻ നമ്മുടെ വിരി എങ്ങനെയുണ്ട്, ഞാൻ കുറേ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു വിരി കിട്ടിയത് കേട്ടോ. പിങ്ക് കോമ്പിനേഷൻ ഉള്ളതുണ്ട്, പിങ്ക് തന്നെ, പക്ഷേ ആഷ് ഇല്ല അതിൽ. അപ്പോൾ അതൊരു ഭംഗിയില്ല, ഭയങ്കര പിങ്ക് ആകുമ്പോഴേ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതിൽ ചെറിയൊരു ഓറഞ്ചാണ്, എന്നാലും പിന്നെ അങ്ങോട്ട് ഒത്തു പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ആദ്യത്തിൻ്റെ
വിരി അങ്ങോട്ട് ചേരില്ല, ഒട്ടും ചേരാത്ത പോലെ തോന്നി. അപ്പോൾ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇത് ഇട്ടു കേട്ടോ. രണ്ടും കൂടി 4 സൈഡിൽ ഒരു വിരി അടിയിലും കൂടി വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് സിബുള്ള കവറൊക്കെ ഉണ്ട് കേട്ടോ. ഈ കിടക്കയ്ക്ക് നമ്മുടെ ശ്രീകുട്ടൻ്റെനെ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. അതൊക്കെ പതുക്കെ പതുക്കെ വാങ്ങിക്കണം. ഒരു കുട്ടിയൊക്കെ കമൻ്റൊക്കെ കണ്ടിരുന്നു, അതിൽ സിബുള്ള കവർ കിട്ടും, അത് വാങ്ങിച്ചിട്ട് മുകളിൽ ഒരു വിരിയും കൂടി വിരിച്ചിട്ട് ഇടുന്നൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം പതുക്കെ. നമ്മൾ എന്താ പറയണ, ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോൾ അതങ്ങോട്ട് മൊത്തത്തിൽ ചിലപ്പോൾ സാധിക്കില്ലല്ലോ. പിന്നെ ഇതാ ഈ മൂലയിലാണ് കേട്ടോ നമ്മൾ കമൻറ്റിൽ പറഞ്ഞിരുന്നത് അലമാരി ഇടാനായിട്ട്. നമുക്ക് അലമാരി അവിടെ ഇടാൻ പറ്റില്ല, അത് കഞ്ഞിമൂലയാണ്. അതാണ് ആ കുട്ടിയാണോ ചേച്ചിയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് പേര് മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ കന്നിമൂലയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒരു സ്റ്റാൻഡ് വെക്കാം, അതിലൊരു കാശ് കൊടുക്ക വയ്ക്കണം, രണ്ടാമത്തെ കളിയിൽ പണം വയ്ക്കാം എന്ന് വിചാരിച്ചു. മുകളിലത്തേൽ ലക്കി പാമ്പ് വെച്ചു. പിന്നെ ഈ മൂലയ്ക്ക് നമ്മുടെ തെങ്ങിൻ്റെ പോലത്തെ ആ ചെടിയും വെച്ചു കേട്ടോ. അതൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ 100-300 കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ചെറിയ ചെറിയ തേകൾ, നമ്മുടെ വിരലിൻ്റെ അത്രയും നീളമുള്ള തേകളുണ്ടല്ലോ, അത് നമ്മളെ വീട് പണിയുടെ സമയത്ത് കൊണ്ടു തന്നതായിരുന്നു. അപ്പം അന്ന് കുഴിച്ചിട്ടപ്പോൾ എനിക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ വിലയൊക്കെ മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ മരുന്നുകൾ, ഞാൻ വൈറ്റമിൻ ഗുളികകൾ എപ്പോഴും കഴിക്കും. ഏറെക്കുറെയൊക്കെ എനിക്കുണ്ടാവും. എനിക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ കഴിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വിക്സ്, അമൃതാഞ്ച് അങ്ങനത്തെ സംഭവങ്ങൾ രണ്ടാമത്തേൽ ഞാൻ നല്ല ഭംഗിയുള്ളൊരു കാശ് കൊടുക്കുക വാങ്ങിച്ചോളെന്നുള്ളതെന്ന് ചേട്ടനോട് പറയാണ് വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ രണ്ടാമത്തെ കളി അവിടെ ഒഴിവായിട്ട് കിടക്കുകയാണ്. കാശ് കൊടുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ വയ്ക്കുമ്പോൾ കാട്ടാം കേട്ടോ. അങ്ങനെ ആ സെറ്റിങ് കഴിഞ്ഞു കേട്ടോ. ഹാപ്പി ആയിട്ടാണ് എനിക്ക്. എന്താ പറയുക, മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇത് ചെറിയ കാര്യമൊക്കെ ആയിരിക്കാം, പക്ഷേ ഞാനിത് വീട് പണിത് കയറിയപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളായിരുന്നു. 3.5 വർഷം എടുത്തു എനിക്ക് എൻ്റെ ഈ സ്വപ്നത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ അതാ ഈ ഒരു അറിയാണ്ട് വന്നു പോയതാണ് ആ ഒരു പിങ്ക് സ്റ്റാൻഡ്. ഞാൻ വേറൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ അപ്പം നോക്കിയപ്പോൾ 1000 രൂപ. ഇനി 1000 രൂപ ചിലവാക്കാൻ എൻ്റെ കയ്യിൽ കഴിഞ്ഞു തുടങ്ങിയ പൈസ. അപ്പോൾ അത് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ആ പിങ്ക് സ്റ്റാൻഡ് സൈഡിൽ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള റൂമിൻ്റെ ലുക്ക്. ഇവിടെ ഒരു തുണിയിടുന്ന ഒരു കൊട്ടയുണ്ടല്ലോ, അത് ആഷ് കളറോ അല്ലെങ്കിൽ പിങ്ക് കളറോ വാങ്ങിച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിപ്പോൾ മഞ്ഞ കൊട്ട എന്തായാലും മാറ്റാമെന്ന് ചോദിച്ചു. അത് ഒരു 5-8 വർഷമൊക്കെ ആയൊരു കൊട്ടയാണ്. അപ്പോൾ ഓക്കെ, ഇനി ബുധനാഴ്ച രാവിലെ 9 മണിക്കാണ്. ഓക്കെ, ബൈ.